നമ്മുടെ ഒരു സുഹൃത്തും ഒരു സബ്സ്ക്രൈബറാണ്. ഇപ്പോൾ എല്ലാവരും സുഹൃത്തുക്കളാണല്ലോ. ഇപ്പോൾ സബ്സ്ക്രൈബേഴ്സ് എല്ലാം എവിടെയാണ് വീട് എവിടെയാണ്? കായംകുളത്ത് നിന്ന് വന്നാണ്. ഏത് സെറ്റുമായിട്ട് വന്നാണോ? ഏത് IV300? അതിന് പറ്റിയത് ഡെഡാ ഒന്നും ഓണാകുന്നില്ല. ഓക്കെ പവർ സപ്ലൈ പോയെന്ന് ആരെങ്കിലും പറഞ്ഞാണോ? പറഞ്ഞ അല്ലേ? ഓക്കെ പവർ സപ്ലൈ നമുക്ക് ഒപ്പിക്കാം. IV300 എടുത്തു വെച്ചല്ലേ? മക്കൾ വെച്ചു. ഓക്കെ ഇത് എത്ര വർഷമായിട്ട് ഉപയോഗിക്കുന്നല്ലേ? അതെ ഇത് കൂട്ടുകാരൻ്റെ ആയിരുന്നു. കൂട്ടുകാരൻ ഒരു വർക്കിന് പോയിട്ട് തിരിച്ചു വന്നപ്പോൾ പുള്ളി തന്നു വിട്ടതാണോ? നമ്മുടെ പേരെങ്ങനെയാ? കണ്ണൻ. കണ്ണൻ ഇത് തരാൻ വേണ്ടി തന്നെ കായംകുളത്ത് നിന്ന് വന്നാ. ഓക്കെ അപ്പോൾ എത്രയും പെട്ടെന്ന് ചെയ്തു തരാം. അടുത്ത ആഴ്ച ചെയ്തു തരാം. ഈ ആഴ്ച അവധി ആയതുകൊണ്ട്. അപ്പം കണ്ടതിലും പരിചയപ്പെട്ടതിലും സന്തോഷം. കണ്ണൻ എന്നാ ജോലി ചെയ്യുന്നേ? കാർപ്പൻറ്റർ. നിങ്ങൾ ഇത് കൂട്ട് പെട്ടിയൊക്കെ എത്ര രൂപയ്ക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത്? ഇത് കൂട്ട് പെട്ടിയൊക്കെ 3000 രൂപയ്ക്ക് ഉണ്ടാക്കി എടുക്കുമോ? അല്ല ഈ പെട്ടിയൊക്കെ 3000 രൂപയ്ക്ക് ഉണ്ടാക്കി കിട്ടുമോ? ഇത് ഇപ്പം ഇതൊന്നും ചെയ്തു തരാൻ ആരുമില്ല, ആർക്കും കഴിയില്ല. അതാണ് മുതലാകലെന്നാണ് അവർ പറയുന്നത്. തടിയുടെയും ഈ ഒട്ടിയിലും ഇതെല്ലാം കൂടെ കഴിയുമ്പോഴത്തേക്കും ഒരു സ്കിൽ വർക്ക് ഒത്തിരി ഉണ്ടല്ലോ അതിനകത്തെ. കറക്റ്റ്. പക്ഷെ മിഷൻ വർക്ക് ആയതുകൊണ്ട് ചെയ്യുമായിരിക്കും അല്ലേ? നമ്മുടെ ഇവിടുത്തെ ഒരു ഇത് പ്രൊഫഷണലായിട്ട് ഡെയിലി ചെയ്തുകൊണ്ടിരിക്കണം. ഇത് മാത്രമേ ഇത് നടക്കുകയുള്ളൂ. നമുക്ക് തന്നെ ആഴ്ചയിൽ ഒരു 20 എണ്ണമൊക്കെ വേണം. അതാണ് പ്രശ്നം. അപ്പോൾ ശരി കണ്ണാ. ഓക്കെ കാണാം. ഇത് ചെയ്തായിട്ട് ഞങ്ങൾ വിളിച്ചേക്കാം കേട്ടോ. ഓക്കെ. എരുക്കളത്തൂടെ എപ്പോഴും പൊക്കോണ്ടല്ലേ ഇരിക്കുന്നു. ഞായറാഴ്ച ഒരു JBL ഇപ്പം ഇതായതോടുകൂടി തിരക്കായിപ്പോയി. ഒട്ടും മേലെന്നായി വൈകിട്ടൊക്കെ. വലിയ പണിയാണ്. ഞാൻ അടുത്തിട്ട് ഇനി സാധനം മരിച്ച ചെവി വെച്ച് ചെവിക്ക് വേദനയായി. ആക്റ്റീവ് സപ്പ് തരാം. വരൂ. എന്താണ് ഉദ്ദേശം? റിമോട്ട് വേണോ? ആരും വിളിച്ചില്ല. റിമോട്ട് കയ്യിരിക്കുന്ന കാണത്തില്ലേ? അതെയോ? റിമോട്ട് പോലെ ഇരുന്നു. ഏത് റിമോട്ടാണ് വേണ്ടത്? ഇവിടെ ഇച്ചിരി വണ്ണമൊക്കെ വെച്ചല്ലോ. നീര് വെച്ചാണോ? അയലോകക്കാരല്ലേ? 12 ഇഞ്ച് 1500 വോൾട്ടിൻ്റെ 12 ഇഞ്ചിൻ്റെ സബ് വൂഫറാണ് JBL. ഓക്കെ അല്ലേ? സ്പീക്കർ ഫോൺ ഉണ്ടോ? ഇത് വേറെ സാധനം ചെവി വേറെ ആളിരിക്കുക. ലൗഡ് സൈഡ് ഞെക്കിയാൽ പോരെ? ഹലോ. 325. നമുക്ക് ഡീഫോൾട്ട് റിമോട്ട് ഡ്യൂപ്ലിക്കേറ്റ് വേണോ ഒറിജിനൽ വേണോ? 250 രൂപ. ഇതാരാന്നാ പറഞ്ഞ? മോനോ? 8. പരീക്ഷയൊക്കെ കഴിഞ്ഞല്ലോ അല്ലേ? ഇന്നലത്തെ കൊണ്ട് എല്ലാവരും തീർന്നു. പരീക്ഷയൊക്കെ എളുപ്പമായിരുന്നോ? എങ്ങനെയുണ്ട് പഠിത്തമൊക്കെ? ക്ലാസ്സിൽ ടോപ്പാണോ? സാറിൻ്റെ പേര്? ജോജോ. സാർക്ക് എവിടുന്നാ വരുന്നേ? എലിക്കുളം. നമ്മുടെ സാറിൻ്റെ എനിക്കറിയത്തില്ല. അതേ ഉള്ളപ്പോൾ
200 തന്നാൽ മതിയേ. മോൻ്റെ ആകാംക്ഷ കാണാനാണ് ഞാൻ വന്നത്. ഉണ്ടോ? ഭാവിയിലെ മെക്കാനിക്കാണേ, എഞ്ചിനീയർ, ഭാവിയിലെ എഞ്ചിനീയർ ഉണ്ടോ? സൂക്ഷ്മതയോടെ കാണുന്നുണ്ടോ? അപ്പം നല്ലപോലെയാണോ കൊടുക്കുന്നതൊക്കെ നോക്കിക്കോണേ. പിന്നെ ആളൊരു ഉഴപ്പന, കറക്റ്റൊക്കെ ലെഡൊക്കെ ഇടുന്നുണ്ടോ, എല്ലാം നല്ലപോലെ പിടിച്ചോന്നൊക്കെ നോക്കണം. മോൻ്റെ പേരെന്നാ? ജോഹിൻ. ജോഹൻ. എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 4ാം ക്ലാസ് ആയുള്ളൂ. ഓക്കെ. ഇത് കൂട്ടി സാധനങ്ങളോടൊക്കെ വലിയ ഇഷ്ടമാണോ? ഭയങ്കര താല്പര്യം. ഇലക്ട്രോണിക്സ് ഇഷ്ടമാണ് അല്ലേ? ആരാകാനാ മനസ്സിലൊരാഗ്രഹം ഉണ്ടോ? ടീച്ചർ ചോദിക്കുന്ന പോലെ ടീച്ചർ ചോദിക്കാറുണ്ടോ ആരാകാനാ താല്പര്യമെന്ന്? എന്നാ പറയുന്നേ? പോലീസാണ് ഇഷ്ടം. ഓക്കെ. അപ്പോൾ ഭാവിയിൽ ഒരു IPS കാരനെ പ്രതീക്ഷിക്കാം. അപ്പോൾ ജോഹിൻ IPS. നീ എന്നാ പ്ലാന്? കാറിൻ്റെ കമ്പനി സ്വന്തമായിട്ട് ഉണ്ടാക്കാനാണോ, കമ്പനി ജോലി ചെയ്യാനാണോ ആഗ്രഹം? ജോലി ചെയ്യാൻ. അപ്പോൾ എന്നാൽ സോണി ഇപ്പോൾ കാറിൻ്റെ കമ്പനി വരുന്നുണ്ട്, അതിനകത്ത് കയറിക്കും. സോണിയുടെ പുതിയ ഇലക്ട്രിക് കാർ, സോണി ഹോണ്ടായും കൂടി പുതിയ ഇലക്ട്രിക് കാർ വരുക. അപ്പോൾ നമുക്ക് അതിനകത്ത് കയറാം. ഓക്കെ. അതുകൊണ്ട് JBL മാർക്ക് വേണ്ടിയിട്ടാണ്. മോൻ്റെ പേരെന്നാ? ജസ്വിനും ജോഹനും. ജോഹനും ജസ്വിനും. നിങ്ങൾ രണ്ടുപേരേ ഉള്ളോ? ഓക്കെ. ജസ്വിൻ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 8ഉം 4ഉം. 4 ഇതിൻ്റെ വ്യത്യാസം. ഓക്കെ. അപ്പോൾ സ്ക്രൂ ചെയ്തോ മോനെ. ഞാൻ ഇതെടുത്തിട്ട് വരാം, മേളിൽ കൊണ്ടുപോയത്. ഗ്യാസ്റ്റായി പോയി. ചിലപ്പോൾ ചെയ്യാതെ വരുന്നതായിരിക്കും. ഞാൻ ഉറങ്ങിയൊക്കെ ഇരുന്നാ ചെയ്യുന്നത്. 6550. ഹലോ. ചെയ്യാൻ പറഞ്ഞില്ല, അതുകൊണ്ട് ഇടാത്ത. ഓളയും വെക്കട്ടെ. നീ ഇത് വന്ന് ഇടുപ്പെടുത്തു. നിങ്ങൾ എവിടുന്നാ വരുന്നേ? ഇവിടെ നാട്ടുകാരാ അവര്. എന്നാ പേരെന്നാ? പേര്? കെവിനും ശ്യാം അല്ലേ? ഏതോ ഒരു 2-3 ദിവസത്തെ വീഡിയോ എനിക്ക് എഡിറ്റ് ചെയ്ത് ഇടാൻ പറ്റാതെ വന്നിട്ടുണ്ട്. അതിന് ഉള്ളതായിരിക്കും. കാരണം സമയം ഇല്ലാതെ വന്നു. പിന്നെ ഒരു ഭയങ്കര ടൈം എടുക്കുന്നു എല്ലാം ചെയ്ത് വരുന്നത്. നമ്മളൊരു സമയത്ത് ചെന്നിട്ട് പിന്നെ ഈ മൊബൈൽ പിടിച്ച് കിടന്ന് ഉറങ്ങി പോവും. അവിടെ തന്നെ കിടന്ന് ഉറങ്ങി പോവും. അപ്പോൾ അങ്ങനെ പറ്റുന്ന ചിലപ്പോൾ കളഞ്ഞിട്ട് കാണില്ല. ചെയ്യാത്ത ഞാൻ ഓരോ ദിവസം ഓരോ ഷർട്ട് ഇടുന്നതിനാ, ഈ കളർ നോക്കി ഓരോ ദിവസം തിരിച്ചറിയാനാ. ഞാൻ മണ്ടേ സബ്വൂഫർ വെച്ചിട്ടില്ല, 4 സ്പീക്കറേ വെച്ചിട്ടുള്ളൂ. അതാ പാട്ട് കേൾക്കാൻ സുഖം. മറ്റേ വെച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ടയേർഡാവും വണ്ടിയൊക്കെ ഓടിക്കണം. ഞാൻ മറ്റേ പഴയ വണ്ടിയൊരെണ്ണം ഉണ്ടായിരുന്നു. അത് ഞാനൊരു നമ്മുടെ ഒരു സ്റ്റാഫ് ഒരു പയ്യന് ഞാനടുത്ത് ചുമ്മാ കൊടുത്തേച്ചു, നീ വീട്ടിൽ കൊണ്ട് വെച്ച് കേട്ടോളാം, ഇത്രയുള്ള വലിയ കുറ്റിയായിരുന്നു സബ്വൂഫർ. അത് നല്ല പയ്യൻ, കൊച്ചു പയ്യനായിരുന്നു. നമുക്ക് അവന് ഭയങ്കര കൊതിയായിരുന്നു ഇതിനോട്. അപ്പോൾ ഞാൻ നീ കൊണ്ടുപോകാൻ പറഞ്ഞു. അവൻ വീട്ടിൽ വെച്ച് തകർക്കുന്നുണ്ട്.
കുഴപ്പമില്ല. ഓണായിക്കോ. നീ ഇത് തുടച്ചുകൊണ്ട് വാ, ക്ലീൻ ചെയ്തുകൊണ്ട് വാ, നല്ലപോലെ തുടച്ച് ക്ലീൻ ചെയ്തെടുത്തുണ്ടോ. ഈ വയറ് എങ്ങനെയുണ്ടെന്ന് നോക്കണം. വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ആ, പുതിയ വയറിട്ടാലോ. ഇതെല്ലാം അപ്പടി ഇതായി. നല്ല ഫ്ലെക്സിബിൾ വയറുണ്ടോ? ഇത് ആംപ്ലിഫയർ ഈ സ്പീക്കറും തമ്മിൽ എത്ര ദൂരം വേണം? ഒരു 3 മീറ്ററോ 4 മീറ്റർ മതി? 3 മീറ്റർ മതി. എല്ലാം ഉറഞ്ഞിരുന്നേ. ആ, 3 മീറ്ററിൻ്റെ 2 സെറ്റ് വയറാണ്. പാനാസോണിക്കിൻ്റെ 5.1 ഹോം തിയേറ്ററിൻ്റെ സ്പീക്കേഴ്സാണ്. ഇതൊക്കെ ഇത്രയും ചെറിയ സ്പീക്കേഴ്സ് ആണെങ്കിലും ബ്രാൻഡഡ് ആയതുകൊണ്ട് അത് അതിൻ്റേതായ ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ ആ സ്പീക്കറുകൾ കളയാതെ നമ്മൾ ഇപ്പോൾ ഹോം തിയേറ്റർ മിക്കവാറും എല്ലാ ഹോം തിയേറ്ററും പോയിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ബോർഡിനൊരു ലൈഫുണ്ട്. ആ ലൈഫ് കഴിഞ്ഞ് ഹോം തിയേറ്ററുകളെല്ലാം പോയിട്ടുണ്ട്, ഇതിൻ്റെയും പോയതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളിത് നമ്മുടെ ആംപ്ലിഫയറുമായിട്ട് കണക്ട് ചെയ്ത് എങ്ങനെ എടുക്കുമെന്ന് നോക്കുകയാണ്. ഞാൻ കാണിച്ചു തരാം. 2.1 ആയിട്ടാണ് നമ്മളിപ്പോൾ കണക്ട് ചെയ്യാൻ പോകുന്നത്. 4 അടുത്ത് വേണം, 4 ആയിട്ട് വേണേൽ നമുക്ക് വെക്കാം. പക്ഷെ നമ്മൾ 2 എണ്ണമായിട്ട് അടുപ്പിച്ച് വെക്കാൻ പോകണം, നമ്മുടെ ഹാൻഡ്ലിങ്ങിൻ്റെ സൗകര്യമൊക്കെ വെച്ച്. അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഇതാദ്യം നമുക്ക് ഈ 2 സ്പീക്കറിനെയും കൂടി ഒന്ന് ഒന്നിപ്പിച്ച് വിടാം. ഒന്നിപ്പിക്കുകയാണെങ്കിൽ നമുക്കൊരു ചെറിയ ഗുണങ്ങളുണ്ട്. നമുക്കൊരു നല്ല സ്റ്റിക്കർ വെച്ച് അങ്ങ് ഒന്നിപ്പിക്കാം. അപ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നാളെ നമുക്ക് വേണ്ടെങ്കിൽ അങ്ങ് പൊളിച്ച് കളഞ്ഞാൽ മതി. വേറെ കാര്യമൊന്നുമില്ല. അകത്തി വെക്കണേ അകത്തി വെക്കാം. അപ്പോൾ ഞാൻ ഒരു സ്റ്റിക്കർ യൂസ് ചെയ്യാം. അടുത്ത 2 സ്റ്റിക്കർ യൂസ് ചെയ്തേക്കാം. കഴിഞ്ഞ ദിവസം പുതിയ വന്ന സ്റ്റിക്കറാണോ ഇത്, അതോ പഴയ ഇരുന്നാണോ? പുതിയത് വന്ന. ഇത് 3Mൻ്റെ സ്റ്റിക്കറാണ്. ഈ സ്റ്റിക്കർ ഒട്ടിച്ചാൽ പിന്നെ ഒട്ടിച്ച പോലെയാണ്, പിന്നെ പൊളിഞ്ഞ് പറഞ്ഞാൽ ഇച്ചിരി പാടുപെടും. അപ്പോൾ ഒട്ടിക്കുമ്പോൾ നല്ല രീതിയിൽ നോക്കി ഒട്ടിക്കാം. ഈ വണ്ടിയിലൊക്കെ വെള്ളമൊക്കെ വീഴുന്നിടത്തൊക്കെ ഒട്ടിക്കുന്ന സ്റ്റിക്കറാണ്. നല്ല സ്റ്റിക്കറാണ്, പൊളിയത്തില്ലത്. സ്പീക്കർ 2 സ്പീക്കർ ഒരു ഇതാക്കി. പിന്നെ മറ്റേത് ഞാൻ ഇതിൻ്റെ സെൻട്രൽ സ്പീക്കറാണ് സാറിന് കിട്ടിയിരിക്കുന്നത്. മറ്റേതിന് അവിടെ ഉണ്ടോ എന്ന് അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ ഒരു സൈഡ് ഇത് ഒട്ടിക്കുന്നുള്ളൂ. സെൻട്രൽ സ്പീക്കർ ആയതുകൊണ്ട് ഇച്ചിരി മാച്ചിങ് പ്രശ്നം വരും. അതുകൊണ്ട് ഞാൻ പലരുടെയും കോളുകൾ നമുക്ക് എടുക്കാൻ പറ്റാതെ നമ്മൾ ഓരോ വർക്കിലായിരിക്കുമ്പോൾ വരുന്നതുകൊണ്ടാണ്. ഒന്ന് പോസ് ചെയ്ത് ഒരു കോൾ എടുത്തോട്ടെ. മിനി സിവിൽ സ്റ്റേഷൻ ഓപ്പോസിറ്റ് ഒരു വളം. ഇത് അടുത്ത സെറ്റ് സ്പീക്കർ ചെയ്യുന്നു. ഞാൻ ഒരെണ്ണം ഒട്ടിച്ചിട്ടുള്ളൂ. സാറിന് മാറ്റി ഒട്ടിക്കാം. അത് ഒരെണ്ണം തന്നെ ധാരാളം മതി. അത്ര നല്ല പശയാണ് അത്, 3M ആയതുകൊണ്ട്. പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ മിനി ഈ നീളത്തിൽ, ഇത്രയും നീളത്തിൽ എനിക്കൊരു വയറ് കട്ട് ചെയ്ത് തരണം. ഇത് ഇപ്പം നമ്മൾ ഉപയോഗിച്ച അതേ വയറ് ഈ നീളത്തിൽ. അല്ല, ഞാൻ ഇതേം തന്നെ എടുക്കേണ്ടി വരും. അതിലും നല്ല വേറൊരു പീസ് തരും. അപ്പോൾ ഒരു പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് അങ്ങനെ ഒരു കണക്ഷൻ നമ്മൾ കൊടുക്കുമ്പോൾ നമുക്ക് അവിടെ നിന്നും തിരിച്ചെടുക്കുമ്പോൾ ഇപ്പോൾ സീരീസ് കണക്ഷൻ വന്നു കഴിയുമ്പോൾ പോസിറ്റീവ് ചുമല വയറാണ്. അത് പോസിറ്റീവ് ഇവിടെ കൊടുക്കുന്നു. അടുത്ത നെഗറ്റീവിൽ വരണം. നെഗറ്റീവ് ഇവിടെ കൊടുക്കുന്നു. ഓക്കെ, ഈ സൈഡിലത്തെ പ്രശ്നം തീർന്നു. ഒരു കണക്ഷൻ കൊടുത്തിരിക്കുന്നവനെ കാണിച്ചു. ഇപ്പോൾ സാധാരണ വീട്ടിലൊക്കെയുള്ള ആൾക്കാർക്ക് തന്നെ കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കാണിക്കുന്ന വലിയ ടെക്നീഷ്യന്മാരെ പ്രതീക്ഷിച്ചൊന്നുമല്ല. ഈ ജോലിയൊന്നും ചെയ്യാത്ത സാധാരണ മനുഷ്യരെ പ്രതീക്ഷിച്ചാണ്
അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണെന്നൊക്കെ പറഞ്ഞ് കമൻ്റ് ഇടുന്നവന്മാർ ഒരു കാര്യം നോക്കുക, തൊഴിലുറപ്പ് പദ്ധതിക്ക് അമ്മയെ പണിത്ത് വിട്ട് വീട്ടിലിരുന്ന് കമൻ്റ് ഇടാതെ നീയൊക്കെ വല്ല പണിയെടുത്ത് അപ്പനെ അമ്മയെ നോക്കുക കേട്ടോ. അതേ എനിക്ക് പറയാനുള്ളൂ. ആരോടാ പറഞ്ഞെന്ന് മനസ്സിലായി കാണുമായിരിക്കുമല്ലോ. അല്ലല്ലോ. ചാച്ചനെ ചൊറിയാൻ വരല്ലേ, ചാച്ചൻ ആളിച്ചിരി മോശമാണ്. പുതിയ നിയമം അനുസരിച്ച് അപ്പനും അമ്മയ്ക്കും ചെലവിന് കൊടുത്തില്ലെങ്കിൽ മക്കളെ അറസ്റ്റ് ചെയ്ത് ജയിലിലിടാനുള്ള നിയമം ഉണ്ടെന്നും ഓർത്തോളുക. അല്ല പണ്ടത്തെ പോലെ നടക്കുമൊന്നുമില്ല. പണിയെടുത്ത് ജീവിക്കണം, അപ്പനും അമ്മയ്ക്കും ചെലവിന് കൊടുക്കണം. പണിയെടുക്കുന്നവന് ഇതിൻ്റെ പുറകെ നടക്കാൻ നേരമില്ല അല്ലേ. പിന്നെ നീയൊക്കെ ഈ നെഗറ്റീവ് കമൻ്റ് ഇടുന്നത് കൊണ്ടാണ് എൻ്റെ ചാനൽ ഇത്രയും വളർന്നതും എനിക്കിത്രയും പൈസ കിട്ടുന്നു. വളരെ നന്ദിയുണ്ട്. നീയൊക്കെ പണിക്ക് പോയാൽ എൻ്റെ ചാനൽ വളർച്ച കുറയും, എനിക്ക് കിട്ടുന്ന കാശും കുറയും. അതുകൊണ്ട് നീയൊന്നും പണിക്ക് പോയേക്കല്ല, ഒരിക്കലും രക്ഷപ്പെട്ടേക്കല്ല. ഇങ്ങനെ കിടന്ന് ഇത് കുത്തി കിടന്നോണം. അപ്പോൾ ഇതല്ല മോനെ, മറ്റേ വയറെടുത്ത് ഇതിൻ്റെ ബാക്കി 3 മീറ്റർ വയറെടുത്ത്. ഇതൊന്നും ആരോടും ചോദിച്ചോ യൂട്യൂബിൽ നോക്കിയൊന്നും പഠിച്ചതല്ല. ഇതൊക്കെ ഞാൻ വർഷങ്ങൾ കൊണ്ട് എക്സ്പീരിയൻസ് കൊണ്ട് ജോലി ചെയ്ത് പഠിച്ചതാണ്. ഞാനൊക്കെ പഠിച്ചിരുന്ന കാലത്ത് ഒരാളോട് ഒരു സംശയം ചോദിച്ചാൽ തെറ്റ് പറഞ്ഞു തരുന്ന കാലമാണെന്നൊക്കെ. ഇന്നിപ്പോൾ യൂട്യൂബിലും തെറ്റുണ്ട്, എന്നാലും സത്യം പറയുന്ന കുറച്ച് ആൾക്കാരെങ്കിലും ഉണ്ടല്ലോ. അന്നൊക്കെ ഒരുത്തരും സത്യം പറയല. ഇനിയിപ്പോൾ നമ്മളെങ്ങാനും രക്ഷപ്പെട്ട് പോയാലോ എന്നോർത്ത് നമ്മൾ ചെയ്യുന്നതിൻ്റെ ഓപ്പോസിറ്റായിട്ടേ പറയുള്ളൂ. പിന്നെ ബാക്കിയൊക്കെ നമ്മൾ അനുഭവത്തിൽ നിന്ന് തന്നെ പഠിച്ചെടുത്തതാണ്. അതെന്നാൽ നീയൊക്കെ വല്ല ഉപകാരപ്പെടുന്ന പരട്ടത്തോടെന്ന് പറഞ്ഞു തരുമ്പോഴത്തേക്കും അങ്ങോട്ട് കുന്തളിക്കല്ലേ. എനിക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ ഇപ്പം ഞാനിത് സാധാരണക്കാരായ മനുഷ്യർ, പാട്ട് കേൾക്കാൻ ആഗ്രഹമുള്ള ഒത്തിരി പേരുണ്ട്. എന്നെ വിളിക്കുന്ന ആൾക്കാരെ നിങ്ങൾ കേട്ടാൽ അറിയത്തില്ലല്ലോ. അപ്പോൾ അവർക്ക് വേണ്ടി ഞാനിത് ചെയ്യുന്നത്, നിന്നെ ഒന്നും പ്രതീക്ഷിച്ചല്ല. ഓക്കെ, അപ്പോൾ ഈ കണക്ഷൻ കൊടുത്തു. ഇനി ഇത് രണ്ടും. എൻ്റെ പേരെങ്ങനെയാ? സുരേഷ് കുമാർ അല്ലേ? എവിടെ? തിരുവനന്തപുരമാണോ? പാറശാല അല്ലേ? ഓക്കെ ഓക്കെ. ഞാൻ തന്ന ഉപദേശം കറക്റ്റ് അല്ലേ? അതായത് ഞാൻ ഒരിക്കലും ഒരാളെയും നമുക്കൊരു പണി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പ്രഷർ ചെയ്യാറില്ല. അത് പണ്ട് തൊട്ടേ ഞാൻ അങ്ങനെയാണ്. അതുകൊണ്ട് നമ്മളുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു തരും. നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത സാധനത്തിന് ഒരു സാധനത്തിനും പൈസ മുടക്കാൻ പാടില്ല. മുടക്കാൻ നമുക്ക് ആവശ്യ നേരത്ത് പൈസ കാണില്ല. അതാണ് അതിൻ്റെ നമുക്ക് ഇതുകൊണ്ട് എന്തെങ്കിലും അന്നത്തെ കാലത്ത് ശരിക്കും ഈ ടി വി ഒക്കെ മേടിച്ചത് തന്നെ എന്തൊരു മണ്ടത്തരം അല്ലേ. ഭയങ്കര മണ്ടത്തരമാണ് ഈ ടി വി ഒക്കെ മേടിച്ചു വെച്ചാൽ. ഇവന്മാരൊരു ഫ്രെയിം പോലും ഇല്ലാതെ ഈ ടി വി തന്നിരിക്കുന്നത് കണ്ടോ. ഒരു ഫ്രെയിം പോലും ഇല്ല ടി വി. ഇത് ഇത്രയും വില കൊടുത്ത് നമ്മൾ മേടിച്ചിട്ട് 70,000 രൂപ കൊടുത്ത് മേടിച്ചിട്ട് അത് ഉള്ളിത്തൊലി പോലെ പൊട്ടിപ്പോവാം. ഒരു കട്ടി പോലും ഇല്ല. ശരിക്കും നമുക്ക് സങ്കടം തോന്നാറുണ്ട്. അപ്പോൾ നിങ്ങളെ കണ്ടത്, ചേട്ടൻ്റെ പേരെങ്ങനെ? രവീന്ദ്രൻ. ആ, രണ്ടുപേരെയും കണ്ടത് സന്തോഷം. അപ്പോൾ നമ്മുടെ കട വിസിറ്റ് ചെയ്തതിന് ഓക്കെ, താങ്ക് യു. ഓക്കെ ഓക്കെ, താങ്ക് യു. ആ, കാണാറുണ്ട്, സന്തോഷം. ഓക്കെ, അതുകൊണ്ട് ഞാൻ വിളിച്ചത്. എന്നാൽ ശരി.